തകർപ്പൻ ജയത്തിന് പിന്നാലെ പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. KPCC സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും പട്ടികയാണ് ഉടൻ പ്രഖ്യാപിക്കാൻ പോകുന്നത്. KPCC നേതൃത്വവുമായി ഹൈക്കമാൻഡ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാൻ ധാരണയായിട്ടുള്ളത്. തലസ്ഥാനത്ത് N ശക്തന് പകരക്കാരനെ കണ്ടെത്തുന്നതിൽ അനിശ്ചിതത്വം തുടരുകയുമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഇങ്ങനെയൊരു നീക്കം KPCCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതിന് കാരണം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 3 മാസത്തെ അകലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റം ആണ് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതായത് കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി അല്ലെങ്കിൽ UDFിൻ്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടു. ഈ താഴെ തട്ടിൽ പോലും കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു തരംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് ആ കാരണങ്ങളൊന്ന് വിലയിരുത്തി പോകുമ്പോൾ അത് ഒന്ന് UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പോളിസികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് LDF സർക്കാരിനെതിരായ ഒരു വികാരത്തെ പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു. ഒട്ടേറെ വിഷയങ്ങൾ അവർ ഉയർത്തി കാണിച്ചു എന്നത് നമുക്കറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള അഴിമതി വിഷയങ്ങൾ, ആരോഗ്യ മേഖലയിലെ തകർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചു. അതെല്ലാം കൃത്യമായി പ്രയോജനപ്പെടുത്താൻ, അതായത് ഈ സർക്കാരിനെതിരായ വികാരത്തെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചു. ശബരിമലയടക്കമുള്ള എല്ലാ വിവാദ വിഷയങ്ങളും സജീവമാക്കി അന്തരീക്ഷത്തിൽ നിലനിർത്താൻ സാധിച്ചു. അത് വലിയ നേട്ടമായി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത ഒരു പോയിന്റാണ് ഇതിൽ ഏറ്റവും നിർണായകം. അതായത് തെരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ ഒരുക്കം ആരംഭിച്ചിരുന്നു എന്നതാണ്. അവിടെ നമുക്കറിയാം ഈ കൊച്ചിയിലടക്കം കോർപ്പറേഷനിലടക്കം ഒട്ടേറെ വിമതർ ഒക്കെ രംഗത്ത് വന്നുവെങ്കിൽ പോലും സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിച്ച്, തിരുവനന്തപുരത്താണെങ്കിൽ ശബരിനാഥിനെ പോലെയുള്ളവരെ നേരത്തെ നിശ്ചയിച്ച് കൃത്യമായ ഒരു ഒരുക്കം നടത്താൻ സാധിച്ചു. അപ്പോൾ ആ ഒരുക്കത്തിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകണം എന്നതുകൊണ്ടാണ് KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത്. മുന്നണിയിൽ പൊതുവെ ഒരു ഐക്യം ഉണ്ടായി എന്നതാണ്. അതായത് UDFിനുള്ളിലെ ഘടകകക്ഷികളിൽ പലപ്പോഴും അതൃപ്തി ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഒരു സംശയം പോലും പ്രകടിപ്പിച്ചിരുന്നു, ഇനിയും ഇങ്ങനെ മുന്നണിയുടെ ഭാഗമായി പോയാൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലീഗിന് അത് അംഗീകരിക്കാനാവില്ല. ലീഗിന് ഭരണത്തിലേക്ക് തിരികെ എത്തേണ്ടതുണ്ട്, കോൺഗ്രസിന് തിരികെ എത്തേണ്ടതുണ്ട്, മറ്റ് ഘടകകക്ഷികൾക്ക് തിരികെ എത്തേണ്ടതുണ്ട്. അതിൻ്റെ ഒരു മികവ് പുലർത്തിയിരുന്നു. നേതൃത്വത്തിലെ പ്രൊഫഷണൽ മികവ് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അവിടെയും ഈ നേതൃത്വവും അതോടൊപ്പം നേതൃത്വങ്ങൾക്ക് ഇടയിലെ കെട്ടുറപ്പും വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടി. അപ്പോൾ ഇവിടെ ഇതാ ന്യൂനപക്ഷം ഇപ്പോൾ ഏറ്റവും നല്ല നിലയിൽ സഹകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറുഭാഗത്ത് ഈ CPIഎമ്മിൻ്റെ തോൽവിയെക്കുറിച്ച് MV ഗോവിന്ദൻ പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കും. തിരുവനന്തപുരത്ത് മേയർ ആയി BJPയുടെ നേതാവ് കടന്നു വരുമ്പോൾ അവിടെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടായിരുന്നു CPIഎമ്മും കോൺഗ്രസും തമ്മിൽ എന്നാണ് എങ്കിൽ പലയിടത്തും CPIഎമ്മും BJPയും ഒത്തുതീർപ്പ് എന്ന പ്രചാരണം നടത്താൻ കോൺഗ്രസിന് സാധിച്ചു. അതിന് ഏറ്റവും പ്രബലമായത് ഈ PM ശ്രീ പദ്ധതിയെ പോലെയുള്ള പദ്ധതികളാണ്. പല വിഷയങ്ങളിലും സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും തമ്മിൽ ഒത്തുകളിക്കുകയാണ്, ഒളിച്ചു കളിക്കുകയാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളടക്കം ഉണ്ടായിരുന്നു. ഡാൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരാൻ പോകുന്നത്. അതായത് ഡാൻ, നമ്മൾ ആദ്യം ഈ UDFിൻ്റെ വിപുലീകരണം അതിലേക്ക് വരുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. ആ വാർത്ത നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഊർജം നൽകിയിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത മുന്നേറ്റം. ഇപ്പോൾ കൊല്ലത്ത് കോർപ്പറേഷനിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതൃത്വം പറഞ്ഞത് അട്ടിമറി സംഭവിക്കുമെന്നാണ്. പക്ഷേ സംസ്ഥാന നേതൃത്വം KPCC അത് ഉൾക്കൊണ്ടിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും അടക്കം വലിയ മുന്നേറ്റം നടത്താൻ ഇത്തവണ സാധിച്ചു എന്നത് കോൺഗ്രസിന് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ. ആ ആത്മവിശ്വാസത്തിൻ്റെ കൂടി പിൻബലത്തിൽ ആണോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇറങ്ങുക? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ പുനഃസംഘടനയും അല്ലെങ്കിൽ മറ്റു പദവികളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ ആലോചിക്കുന്നത്? UDFിൻ്റെ നിലവിലെ സംഘടനാ സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 80ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ആകെയുള്ള 140-ൽ 80ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായ ഒരു മുന്നേറ്റം നടത്താൻ UDFിന് കഴിഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായി അതിൻ്റെ ഒരു പ്രതിഫലനം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അത് മുകളിലേക്ക് പോവുകയുള്ളൂ എന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. പ്രത്യേകിച്ച് മുന്നണിയിൽ പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ്.
അങ്ങനെ വരുമ്പോൾ ഇനി മുന്നണി വിപുലീകരണത്തിൻ്റെ ആവശ്യം എന്ത് എന്നതാണ് ഒരു വിഭാഗം ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷേ മധ്യ കേരളത്തിലെ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾക്ക് ഇടയിലടക്കം കൃത്യമായ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ മുന്നണി വിപുലീകരണം അനിവാര്യമാണ് എന്നാണ് അതിന് മറുവാദം ഉന്നയിക്കുന്നവർ പറയുന്ന കാരണം. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ UDFിലേക്ക് എത്തിക്കണം എന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ശക്തമാക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അതിനെ നഖശികാന്തം എതിർക്കുകയാണ്. അങ്ങനെ കരിഞ്ഞ രണ്ടിലയുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല എന്ന് മോൻസ് ജോസഫ് തന്നെ പരസ്യമായൊരു പ്രതികരണമൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടമാണ് കോട്ടയത്തും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലുമൊക്കെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മുന്നണി വിപുലീകരണം എങ്ങനെ യാഥാർത്ഥ്യമാക്കും എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ആവശ്യമുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് ബന്ധപ്പെടട്ടെ എന്നൊരു നിലപാടിലേക്ക് UDF നേതൃത്വം എത്തുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ജോസ് കെ മാണി അങ്ങനെ മുന്നണി മാറില്ല എന്ന് പരസ്യമായി തന്നെ ആവർത്തിച്ച് പറയുമ്പോഴും അങ്ങനെ ഒരു സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും കേരള കോൺഗ്രസ് എമ്മിലെ മുതിർന്ന ഒരു വിഭാഗം നേതാക്കൾക്ക് ജോസ് കെ മാണിയുടെ ഈ നിലപാടിനോടൊരു വിയോജിപ്പുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ പേരുകൾ നമുക്കിപ്പോൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരസ്യമായി നമുക്ക് അത്തരത്തിൽ ആരാണ് ഈ വിയോജിപ്പുമായി രംഗത്തെത്തുക, അങ്ങനെ പരസ്യമായ പ്രതികരണമായി അവരാരും ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു വിയോജിപ്പുണ്ട് എന്നത് വസ്തുതയാണ്. അത് പ്രയോജനപ്പെടുത്താനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായി കോട്ടയം ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്ര കണ്ട് ഫലം കാണുമെന്നറിയില്ല. ഒരുപക്ഷേ ജോസ് കെ മാണി കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളൊക്കെ അങ്ങനെ ബന്ധപ്പെടട്ടെ എന്ന ഒരു താല്പര്യത്തിൽ നിൽക്കുകയും മാത്രമല്ല ജോസ് കെ മാണി ഒപ്പമില്ലാതെയാണ്, കേരള കോൺഗ്രസ് എം ഒപ്പമില്ലാതെയാണ് മധ്യകേരളത്തിലടക്കം ഇങ്ങനെ വലിയൊരു തിരിച്ചറിവ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്, UDF നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനെ വലിയൊരു വിലപേശൽ നടത്താൻ കേരള കോൺഗ്രസിന് കഴിയത്തുമില്ല. തീർച്ചയായും അവിടെ ഡാൻ സൂചിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. അതായത് അവിടെ ഡാൻ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണമുണ്ടല്ലോ, അതോടൊപ്പം PJ ജോസഫിന്റെ പ്രതികരണവും അത് പ്രസക്തമാകുന്ന പ്രതികരണങ്ങളാണ്. ഞാൻ ആ പ്രതികരണം ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിച്ച ശേഷം ഡാനി സൂചിപ്പിക്കുന്നതിലേക്ക് തന്നെ വരാം. അല്ല, ഞങ്ങൾ ആരെയും പിന്നാലെ നടക്കുകയോ എനിക്കോ ഒന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് തീരുമാനം എടുക്കേണ്ട കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ബോഡി ഏതാണ്? ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ KPCC ആണ് തീരുമാനിക്കുന്നത്. UDFിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്, എല്ലാവരും കൂടി കൂടിയാണ്. അതൊക്കെ അതിൻ്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട്, കൂടിയാലോചനകളുണ്ട്, കൂട്ടായ നേതൃത്വമുണ്ട്. ആ തീരുമാനം ഒരു കാര്യം എനിക്കിപ്പോൾ ഉറപ്പ് നൽകാൻ പറ്റാവുന്ന കാര്യം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇതിനേക്കാൾ ശക്തമായ UDF ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കുറെ കൂടി ശരിയാകാനുണ്ട്. പൂർണ്ണമായിട്ടില്ല, പരിഹരിക്കും. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത് കേരള കോൺഗ്രസ് തിരിച്ചു വരണമെന്ന്, മുന്നണിയിലേക്ക് തിരിച്ചു വരണമെന്ന് അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ മതി. യെസ്, ഇതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. അതായത് ഡാൻ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഈ PV അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇങ്ങനെ ഒരു സ്ട്രോങ് ആയ സാധനം, ആരാണ് ഈ PV അൻവർ എന്നൊക്കെ ചോദിക്കുകയും ഞങ്ങൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതായത് വരേണ്ടവർ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മാധ്യമങ്ങളോട് അങ്ങനെയൊക്കെയാണ് സംസാരിക്കുകയെങ്കിലും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ തീരുമാനമുണ്ടായാൽ അതിലൊരു ദൂതനെ അയക്കുക, ചർച്ചയ്ക്ക് വഴിയൊരുക്കുക, അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ട് എങ്കിൽ പോലും മറ്റ് ഘടകകക്ഷികളെ ഈ മുന്നണിയുടെ സംവിധാനമാക്കിയാൽ അത് കുറച്ചുകൂടി സുരക്ഷിതമാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്നുള്ളവർ വേണമെങ്കിൽ സമീപിക്കട്ടെ എന്നത് മാത്രമാണോ നിലപാട്? അതിനപ്പുറത്ത് കുറച്ചുകൂടി ശക്തമാകാനുണ്ട് എന്ന് PJ ജോസഫ് പറയുമ്പോൾ അവിടെ ജോസ് കെ മാണിയെ പോലെയുള്ളവരെ എത്തിച്ചാൽ അത് ശക്തമാവുകയല്ല എന്നതിനപ്പുറത്ത് ഇതേ ജോസഫ് വിഭാഗം തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ചർച്ചകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പരസ്യമായി തന്നെ അങ്ങനെ ഒരു അതൃപ്തി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല മാണി സി കാപ്പൻ, അദ്ദേഹം പാലായിൽ നിന്നുള്ള UDFിൻ്റെ ഭാഗമായിട്ടുള്ള MLA ആണ്.
അദ്ദേഹം പാലാ സീറ്റ് കേരള കോൺഗ്രസ് എം വന്നാൽ അവർക്ക് ഏതൊക്കെ സീറ്റുകൾ കൊടുക്കേണ്ടി വരുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ച. അങ്ങനെ വന്നാൽ മാണി സി കാപ്പൻ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. അതടക്കമുള്ള ചോദ്യങ്ങൾ അവിടെയുണ്ട്. അതേസമയം UDF പറയുന്നത് അനുസരിച്ച് അദ്ദേഹം തുടർ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നൊക്കെ നിലപാട് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു സിറ്റിംഗ് MLA മറ്റൊരു മുന്നണിയെ ഈ പാർട്ടിയിലേക്ക് എടുക്കേണ്ടതിൻ്റെ പേരിൽ തൻ്റെ സ്ഥാനം അല്ലെങ്കിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടുന്ന് മാറ്റാനൊക്കെ തയ്യാറാകുമോ എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ ഉയരും. അതേസമയം തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയല്ല. അവിടെ PV അൻവറിനെ UDFൻ്റെ അസോസിയേറ്റ് മെമ്പർ ആക്കുന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു ധാരണയായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകളിൻ്റെ. മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. നേരിട്ട് TMCയെ UDFിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്തത് തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ബന്ധമില്ല എന്ന് മാത്രമല്ല, വലിയ തരത്തിലുള്ളൊരു ആശയഭിന്നത തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വമൊക്കെയായിട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ TMCയെ നേരിട്ട് UDFിലേക്ക് ഒരു ഘടകകക്ഷിയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് അസോസിയേറ്റ് മെമ്പർ എന്ന ഒരു പദവി നൽകി PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിനെ UDF പാളയത്തിൽ തീർച്ചയായും